ന മകളാണെന്ന് വൈജയോട് വിളിച്ചു പറഞ്ഞ് ഗംഗേട്ടൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല. ശിവനോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ തേടിയുള്ള യാത്രയിലാണ്, സ്റ്റാലിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഈ ബാലചന്ദ്രൻ ഇതെന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഗംഗേട്ടാ എന്ന് ശിവൻ ചോദിക്കുമ്പോൾ അയാളുടെ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് പറയുന്നത്, അതായത് ശിവ, വേറെ ഒന്നുമല്ല, അലീനയെ അവളുടെ അച്ഛൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായി ഏൽപ്പിക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണ് അയാളിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും ശിവൻ പറയുന്നുണ്ട്, അതൊക്കെ നടക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനു വേണ്ടി തന്നെയാണ് അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നും തെളിവും കാര്യങ്ങളൊക്കെ മേടിച്ചതും അതിന് തന്നെയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ശിവനാണെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുക? നമ്മുടെ വൈജയുടെ ജീവിതം വലിയ തകർച്ചയിലേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചാലൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് കഴിയില്ല. കാരണം അവളുടെ നീക്കങ്ങളും അവളുടെ മൂമെൻറ്റുകളും ഒക്കെ വളരെ ലജ്ജാകരമാണ്, വൃത്തികെട്ട രീതിയിലാണ്. അവൾ ആ പെൺകുട്ടിയെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് ആ വീട്ടിലൊന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ മതി, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് അവൾ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. എന്തായാലും ഒന്നുകൂടി സംസാരിക്കാമെന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും കൈയൊക്കെ കെട്ടിയിട്ട് ഒരടി മാറി നിന്നിട്ട് വൈദ്യരെടുത്ത് നിന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഗംഗേട്ടൻ്റെ കൈതരിക്കും അവളെ തല്ലാനായിട്ട് തോന്നും. അവളുടെ നാവിൽ നിന്നും അത്തരം വർത്തമാനങ്ങളാണ് വരുന്നത് എന്ന് ശിവൻ ഗംഗേട്ടന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗേട്ടനാണെങ്കിൽ മാറി നിന്നാണ് സംസാരിക്കുന്നത്. വൈജയ്, നീ എന്ത് ഭാവിച്ചാണ്? നിനക്ക് നിൻ്റെ മക്കളെ വേണ്ടേ, ഭർത്താവിനെ വേണ്ടേ, ആരെയും വേണ്ടേ എന്ന് ചോദിക്കുന്നു. അവർക്കാർക്കും എന്നെ വേണ്ടല്ലോ ഗംഗേട്ട. അതായത് അവർക്ക് ആ വേലക്കാരിയെ മതി. ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത സംഭവമാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്നത്. വേലക്കാരി വേറൊരു വേലക്കാരിയുടെ വീട്ടിലേക്ക് എൻ്റെ മക്കളെയും കൊണ്ടുപോയിരിക്കുന്നു. എന്തൊരു ലജ്ജാകരമാണല്ലേ, എന്തൊരു കോമഡിയാണല്ലേ. എല്ലാത്തിനെയും അഴിച്ചു വിട്ടിരിക്കുകയല്ലേ അവളുടെ അച്ഛൻ ബാലചന്ദ്രൻ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, വൈജയ്, നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൂടെ? അതല്ലേ ഏറ്റവും നല്ലത്. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് ഓരോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അലീനയുള്ള വീട്ടിലേക്ക് പോയാൽ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, അത് പിന്നെ ഗംഗേട്ടാ, അവൾ ആ വേലക്കാരിയുള്ള വീട്ടിൽ എനിക്ക് ഒരു സമാധാനവും ഒരു സ്വസ്ഥതയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയത്. അവിടെ ഒരു പട്ടിക്കൂട്ടിൽ കിടക്കാൻ എന്നെ ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്നു. ഇതേ സമയം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ മക്കളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഭർത്താവിനെയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട വൈശയാണെങ്കിൽ ഗംഗേട്ടനോട് പറയുന്നുണ്ട്, അതായത് എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, മക്കൾക്കും എന്നെ വേണ്ട, അവർക്കെല്ലാവർക്കും ആ വേലക്കാരിയെ മാത്രം മതി എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇച്ചിരി കൂടി മാന്യമായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ വൈജയന്തി പറയാണ് തൂപ്പുകാരി എന്ന്. അത് കേട്ട ശിവന് ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീന പോയ ആ ദിവസം തൊട്ട് അധികം വൈകാതെ തന്നെ നിൻ്റെ കുടുംബജീവിതം ആകെ നശിച്ചു പോകും. നിൻ്റെ കുടുംബജീവിതത്തിന് യാതൊരു അർത്ഥമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് ശിഥിലമായി പോകും, നിനക്ക് പിന്നെ ആരും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അത് കേട്ടതും വൈജയന്തിയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം തുമ്മിയ തെറിച്ചു പോകുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, തനിക്ക് യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇല്ല. പക്ഷേ ആ അലീന എന്ന വേലക്കാരി, ആ തൂപ്പുകാരി,
അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടേക്ക് പോകില്ല, വരില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം വൈജെ, നീ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്, സത്യങ്ങളുണ്ട് ഇതിൽ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സത്യങ്ങളൊന്നും എനിക്കറിയാനായിട്ട് താല്പര്യമില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ നീ അറിയേണ്ട ഒരു മഹത്വായ സത്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗേട്ടൻ ആ അലീനയുടെ ആ രഹസ്യം പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അതായത് വൈജയന്തി, നീയും അലീനയും തമ്മിൽ ആണ് ബന്ധം, ബാലചന്ദ്രനും അലീനയും തമ്മിലല്ല എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ വലിയ വിദ്യാഭ്യാസമുള്ളവളല്ലേ, വലിയ പഠിച്ചവളല്ലേ, നിനക്ക് ആലോചിച്ച് ചിന്തിച്ച് ഒരു ഉത്തരത്തിലെത്താനായിട്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. ഒടുവിൽ വൈജ തന്നെ അത് തിരിച്ചറിഞ്ഞെടുക്കുന്നുണ്ട് എന്നും കാണാം. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ. അപ്പോൾ